കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പറിച്ചുനട്ട കിറ്റെക്സ് ഗാർമെൻറ്റ്സിന് കോടികളുടെ അധിക ലാഭം ആണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തെലങ്കാനയിൽ അവരുടെ പുതിയ ഫാക്ടറി ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുന്നുവെന്ന വാർത്തയാണ് മുഖ്യമായും ഇപ്പോൾ കിറ്റെക്സ് ഓഹരികളുടെ മൂല്യം ഉയർത്തിയത്. സെപ്റ്റംബർ 6 വ്യാപാരത്തിൽ കിറ്റെക്സ് ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയായ 467.6 രൂപയിലെത്തിയിരുന്നു. മുൻ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും 9.42% ഉയർന്ന ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് 465.15 രൂപയിലാണ്. ഏകദേശം 19 ലക്ഷം ഓഹരികളുടെ വ്യാപാരമാണ് നടന്നത്. അതോടെ കമ്പനിയുടെ വിപണി മൂല്യം 2820 കോടി രൂപയിലെത്തി. നിലവിൽ ആഗോളതലത്തിൽ കുട്ടികളുടെ വസ്ത്രനിർമ്മാണത്തിൽ 2ാം സ്ഥാനത്തുള്ള കമ്പനി തെലങ്കാനയിലെ പുതിയ ഫാക്ടറി സജ്ജമാകുന്നതോടെ ലോകത്തിലെ 1ാമതായി മാറും. 1 രൂപയാണ് കിറ്റെക്സ് ഗാർമെൻറ്റ്സിൻ്റെ ഓഹരിയുടെ ഫേസ് വാല്യൂ. ഒരു മാസം മുമ്പ് 150-200 രൂപയായിരുന്ന യഥാർത്ഥ വില. 1 രൂപ മുടക്കി ഓഹരി വാങ്ങിയ ഒരാൾക്ക് 150-200 രൂപ കിട്ടുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ തെലങ്കാനയിലെ ഫാക്ടറി ഡിസംബറിൽ പൂർത്തിയാകുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയുടുപ്പ് നിർമ്മാണ കമ്പനിയായി കിറ്റെക്സ് മാറുമെന്ന് ഉറപ്പായതോടെ ഓഹരി വില കുതിച്ച് കയറുകയായിരുന്നു. കഴിഞ്ഞ പാദത്തിലെ മുന്തിയ ലാഭവും കിറ്റെക്സിന് അനുകൂലമായി മാറി. ഒരു മാസം കൊണ്ട് കിറ്റെക്സിൻ്റെ ഓഹരി വില ഉയർന്നത് 100%-ലേറെയാണ്. ഒരു കണക്കിന് നോക്കിയാൽ ഒരു മാസം കൊണ്ട് കിറ്റെക്സ് മുതലാളിയായ സാബുവിൻ്റെ സ്വത്ത് 1000 കോടിയിലേറെ വർദ്ധിച്ചിരിക്കുകയാണ്. തെലങ്കാനയിലെ ഇവരുടെ ഫാക്ടറി ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ്. 50,000 പേർക്കാണ് അവിടെ അവർ തൊഴിൽ കൊടുക്കുന്നത്. 3000 കോടിയാണ് നിക്ഷേപം. അടുത്ത വർഷം തെലങ്കാനയിലെ ഫാക്ടറിയുടെ 2ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ലോകത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ കമ്പനിയായി കിറ്റെക്സ് മാറുകയാണ്. 3 ഫാക്ടറികൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ 6000-7000 കോടിയാണ് ടേൺ ഓവർ ഉണ്ടാകുന്നത്. 7000 കോടി ടേൺ ഓവറുള്ള 50,000 പേർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി ലോകത്തിലില്ല എന്ന് പറയാം. അപ്പോൾ കുട്ടികളുടെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ ശാലയായി കിറ്റെക്സ് മാറുകയാണ്. തെലങ്കാനയിൽ ഫാക്ടറി പൂർണ്ണമായും സജ്ജമാകുന്നതോടെ കേരളത്തിലുള്ളത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാനാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. വൈദ്യുതി നിരക്ക് പകുതിയേ ഉള്ളൂ, ഭൂമിയുടെ വില കുറവാണ്, വെള്ളം സൗജന്യമാണ്, അങ്ങനെ നിരവധി ആനുകൂല്യങ്ങളുണ്ട്. സമരമടക്കം ഒരു തരത്തിലുള്ള തലവേദനകളുമില്ല. മനസ്സമാധാനത്തോടെ ബിസിനസ് നടത്താം. എറണാകുളം കിഴക്കമ്പലത്തുള്ള ഫാക്ടറിയിൽ നിന്ന് പ്രതിദിനം 7 ലക്ഷം ഉടുപ്പുകളാണ് കിറ്റെക്സ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഈ പുതിയ ഫാക്ടറി പൂർണ്ണമായും സജ്ജമാകുന്നതോടെ മൊത്തം ശേഷി 18 ലക്ഷമായി ഉയരും. ഇതിനു പുറമെ ഹൈദരാബാദിന് സമീപം രംഗറെഡ്ഡി ജില്ലയിലെ സിതാംപൂരിൽ 250 ഏക്കറിൽ മറ്റൊരു ഫാക്ടറി കൂടി സ്ഥാപിക്കുന്നുണ്ട്. ഇതുകൂടി സജ്ജമാകുന്നതോടെ തെലങ്കാനയിലെ 2 ഫാക്ടറികളിലും മാത്രമായി 25 ലക്ഷം കുട്ടിയുടുപ്പുകൾ നിർമ്മിക്കാനാകും. ചൈന കഴിഞ്ഞാൽ കിറ്റെക്സിന് ഭീഷണിയായിരുന്നത് ബംഗ്ലാദേശ് ആയിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പരോക്ഷമായി കിറ്റെക്സിന് തുണയായി മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് സംഘർഷം കിറ്റെക്സിന് നേട്ടമായി മാറി. അവിടുത്തെ ആഭ്യന്തര സംഘർഷം ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് മൊത്തത്തിൽ നേട്ടമാവുകയാണെന്ന് എക്കണോമിക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിലംപൊത്തിയതോടെ അവിടുത്തെ വ്യാവസായിക മേഖലയും വലിയ സമ്മർദ്ദം നേരിടുകയാണ്. വസ്ത്രനിർമ്മാണത്തിലും ആഗോള വിപണിയിലേക്കുള്ള കയറ്റുമതിയിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് കമ്പനികളുടെ പ്രവർത്തനം അവിടുത്തെ പ്രക്ഷോഭത്തെ തുടർന്ന് താളം തെറ്റിയതാണ് അവർക്ക് തിരിച്ചടിയായി മാറിയത്. അതുതന്നെയാണ് കിറ്റെക്സിന് വളമായി മാറിയതും.